കാഞ്ഞൂർ തിരുനാളിലേക്ക് ഏവർക്കും സ്വാഗതം. അതിൻ്റെ ചെറിയൊരു സദ്യയാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഹലോ, നമ്മൾ ഇന്നൊരു പള്ളിപ്പെരുന്നാൾ കൂടാൻ വേണ്ടി കാഞ്ഞൂർ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ എല്ലാ വർഷവും ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്ന ഞങ്ങളുടെ കുറേ കാലത്തെ സുഹൃത്തായ ഷാജി ഫാദറും ഫാമിലിയുടെയും വീട്ടിലേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. നമ്മൾ ചെന്ന് കയറിയ സമയത്ത് തന്നെ ഭക്ഷണം എല്ലാം റെഡിയായിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കുകയാണ് ആദ്യം ചെയ്തത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓൾറെഡി പ്രദക്ഷിണം ഇറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മളിനിയിപ്പോൾ പ്രദക്ഷിണം കാണാൻ പോവാണ്. എനിക്ക് പള്ളിയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജാതി മത ഭേദം ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണിത്. ഇതിനെ കാഞ്ഞൂർ തിരുനാൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിറ്റി അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ പോയതൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് നേരം നീണ്ടു നിന്ന ഒരു പ്രദക്ഷിണമായിരുന്നു അത്. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 6 മണി വരെ ഉണ്ടായിരുന്നു. അവർ ആദ്യം ആ ഒരു സൈഡിലേക്ക് പോവും, പിന്നെ അവർ തിരിച്ച് നടന്നു വരും. അപ്പോൾ നമ്മൾ 2 ടൈംസ് നമ്മൾ പുണ്യാളനെ കണ്ടു, നല്ലോണം തൊഴുതു. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നല്ല ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. 3 മണി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഭയങ്കര വെയിലാണ്. പക്ഷെ അന്നത്തെ ഒരു ദിവസം മഴയില്ല, വെയിലുമില്ല, നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റും ആയിരുന്നു. അങ്ങനെ ഒരു 3 മണിക്കൂർ നീണ്ട പ്രദക്ഷിണം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോവാണ്. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷത്തെയും പള്ളിയുടെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പള്ളിയിൽ പോയി നല്ലോണം തൊഴുതു. ഇനിയിപ്പം ഒന്ന് ജസ്റ്റ് വീട്ടിൽ കയറി ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അന്ന് ജോഫിൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കേക്ക് മുറിക്കാൻ നേരം ഞങ്ങളെയും കൂടെ വിളിച്ച് നമ്മൾ ഒന്നിച്ചാണ് കേക്ക് മുറിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ജാനുവരിയിലായിരുന്നു. നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പെരുന്നാളും കൂടെ പാസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ അടിപൊളിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഹോപ്പ്ഫുള്ളി ഫുൾ ഇയർ ഇതുപോലെ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് പറയാണ്ട് പോയ സ്പെഷ്യൽ താങ്ക്സ് ടു ഷാജി ഫാദർ ആൻഡ് ഫാമിലി. ബിക്കോസ് ഞങ്ങൾ എല്ലാ വർഷവും എല്ലാ പെരുന്നാളും തന്നെ നമ്മളെ മിസ് ഔട്ട് ചെയ്യാണ്ട് തന്നെ അവർ വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളുടെ ജാനുവരിയിൽ ഇങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇയർ അടിപൊളിയായിട്ടാണ് തുടങ്ങാറ്. അപ്പം നിങ്ങൾ ഈ കാഞ്ഞൂർ തിരുനാൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി മിസ് ഔട്ട് ചെയ്യാണ്ട് പോകണം. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം.
അപ്പോൾ I hope you enjoyed the vlog. So see you in the next video. Till then, bye bye.